ഇന്ന് റജബ് 26 ഇസ്രാ മിഅ്റാജ് എന്ന വലിയ സത്യം സംഭവിച്ച ദിവസം. ഈ ദിവസത്തിലാണ് ഒരു വിശ്വാസിയുടെ എല്ലാ അമലുകളുടെയും അടിസ്ഥാനമായ 5 വഖ്ത് നിസ്കാരം നമുക്ക് സമ്മാനമായിട്ട് ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടദാസനെ തന്നെ നേരിട്ട് കണ്ട് അഭിസംബോധനം ചെയ്യാൻ ക്ഷണിച്ച ആ ഒരു ശുഭമുഹൂർത്തത്തിൻ്റെ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ പള്ളിയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നതിന് ഇസ്രാ എന്നും ആ രാത്രിയിൽ തന്നെ വാനാരോഹണം നടത്തി തിരിച്ചു മക്കയിലേക്ക് എത്തുന്നതിന് മിഅ്റാജ് എന്നും പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടദാസനുമായിട്ടുള്ള നേരിട്ടുള്ള അഭിസംബോധനത്തിന് വേണ്ടി മുത്തുനബി തങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മറ്റാരും ലോകത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ബുറാഖ് എന്ന് പറയുന്ന വാഹനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അയക്കുകയാണ്. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ നരകങ്ങളും മറ്റു പ്രപഞ്ച രഹസ്യങ്ങളും മറനീക്കി കാണുകയുണ്ടായി. മലക്കുകളെയും മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയിൽ നേരിട്ട് കാണുകയുണ്ടായി. അങ്ങനെ ഒരുപാടധികം കാഴ്ചകൾ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിധത്തിലേക്ക് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയും അല്ലാഹുവുമായിട്ട് നേരിട്ട് അഭിസംബോധനം നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖ്ത് നിസ്കാരം നമുക്ക് സമ്മാനമായിട്ട് നൽകിയത്. ഒരു മുഅ്മിനിൻ്റെ മിഅ്റാജാണ് ഈ 5 വഖ്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നിസ്കാരം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയും കഴിഞ്ഞ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് രാത്രി തന്നെ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് റജബ് 27 മിഅ്റാജ് നോമ്പിന് വളരെ പുണ്യമുള്ളതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ മിഅ്റാജ് നോമ്പ് കൃത്യമായ രീതിയിൽ തന്നെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.